ഹേ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വേറൊന്നുമല്ല, കെയുവിനൊരു കുഞ്ഞു സർപ്രൈസ് ഡെസേർട്ട് ടേബിൾ സെറ്റാക്കുന്നതാണ് കേട്ടോ. വേറെ ഒന്നല്ല, 1 വീക്ക് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വെക്കേഷൻ കഴിയും, ഞാൻ തിരിച്ച് ഡ്യൂട്ടിക്ക് കയറാണ്. സോ അതിനു മുന്നേ കുറച്ച് ക്വാളിറ്റി ടൈം അവന് ഇതുപോലെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാനിതേ അവൻ കുറച്ച് ദിവസം അതിനോട് ചോക്ലേറ്റ് കേക്കും അതുപോലെ ഡോണറ്റും ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്നു കേട്ടോ. അപ്പോൾ രണ്ടിനും സമയമില്ലാത്തതുകൊണ്ട് ഞാനതിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ചൂസ് ചെയ്തു കേട്ടോ. അതാകുമ്പോൾ എളുപ്പമാണ്, എയർ ഫ്രയറിൽ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രോസൺ സ്ട്രോബെറി എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ചോക്ലേറ്റ് ഫ്രോസൺ സ്ട്രോബെറീസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സ്ട്രോബെറി ഫ്രഷ് അല്ലാത്തതുകൊണ്ട് ആ ഒരു നല്ല ഫിനിഷിങ്ങിലും ലുക്കിലൊന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ സെക്കൻഡ്ലി ഞാൻ ചെയ്ത മിസ്റ്റേക്ക്, ഞാൻ ചോക്ലേറ്റ് ഡയറക്റ്റ് മെൽറ്റ് ആക്കാതെ അത് കുറച്ച് പാലൂടെ ഒഴിച്ചിട്ടാട്ടോ മെൽറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതൊട്ടും ഈ ഒരു സ്ട്രോബെറീസിൽ കോട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതെൻ്റെ കയ്യിൽ വലിയൊരു മിസ്റ്റേക്ക് പറ്റി. ജസ്റ്റ് ചോക്ലേറ്റ് മാത്രം മെൽറ്റ് ചെയ്തെടുത്താൽ മതിയായിരുന്നു കേട്ടോ. അപ്പം അതങ്ങനെ സെറ്റാക്കി ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെച്ചു. ആ സമയം കൊണ്ട് എൻ്റെ ചോക്ലേറ്റ് കേക്കും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് ന്യൂട്ടെല്ലാം സ്പ്രെഡ് ചെയ്ത് ഒരു സ്ട്രോബെറിക്ക് വെച്ച് ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ. ഇനിയെല്ലാം ഒരു തട്ടിക്കൂട്ടാണ്. ഒരു സാൻഡ്വിച്ച് കൂടെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൽ ന്യൂട്ടെല്ലാം സ്പ്രെഡ് ചെയ്ത് കുറച്ച് ബനാന ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്വീറ്റ് സാൻഡ്വിച്ച് റെഡി. അവന് സാൻഡ്വിച്ച് ഒന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ 2 ബ്രെഡ് ആദ്യം എടുത്തു, പിന്നെ ഒരെണ്ണം മാത്രം ആക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ട്രേയിൽ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. കുറച്ച് സ്ട്രോബെറി വെച്ചു, പിന്നെ ഞാനിത് ബ്രെഡിൽ കുറച്ച് ബനാന വെച്ചിട്ടുണ്ട്, പിന്നെ ചോക്ലേറ്റ് കേക്ക് വെച്ചു. പിന്നെ ഞാൻ ആ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള സ്ട്രോബെറീസ് റെഡി ആയിട്ടില്ല കേട്ടോ. എന്നാലും ചുമ്മാ അതുകൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രിങ്ക്സ് വെച്ച് കൊടുക്കാം. ഞാൻ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്നെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നേരത്തെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ വേഗം തന്നെ അവൻ എണീക്കുന്നതിന് മുന്നേ സെറ്റ് ചെയ്യണം കേട്ടോ. അവൻ ഉറങ്ങുകയാണ് കേട്ടോ. ആ സമയത്താണ് ഞാൻ കിച്ചണിലേക്ക് എണീച്ച് വന്നിട്ടുള്ളത്. ഇനി ടേബിളിൽ ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് അവൻ്റെ ഫേവറേറ്റ് ഒരു നല്ലൊരു ടെഡിയൊക്കെ വെച്ച് ഈ ഒരു ട്രേ കൊടുന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഇങ്ങനെ വെച്ച് കണ്ടപ്പോൾ എനിക്കും നല്ല ഹാപ്പിയായി. കാര്യമായിട്ടൊന്നും ഇതിലില്ല, പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലും ഒരു ഐറ്റെങ്കിലും അവൻ്റെ ഫേവറേറ്റ് വെക്കണം എന്നായിരുന്നു കേട്ടോ എൻ്റെ ആഗ്രഹം. അപ്പം ഇതിലാ ചോക്ലേറ്റ് കേക്കാണ് അവൻ്റെ ഫേവറേറ്റ് ആവുക എന്നുള്ളത് എനിക്ക് 100% ഷുവറായിരുന്നു. അത് അങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടായതും. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാനത് അവനെ പോയി വിളിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻസ് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അവനാകെ ഞെട്ടി കണ്ണൊക്കെ തിരുമ്പി നോക്കുന്നുണ്ടായിരുന്നു, സ്വപ്നമാണോ സത്യമാണോ എന്നുള്ളത്. എനിവേസ് അവൻ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയത് ചോക്ലേറ്റ് കേക്ക് തന്നെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു 1/4 ഭാഗം അവൻ അപ്പം തന്നെ ഇരുന്ന് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ സ്ട്രോബെറി. പക്ഷേ ഇത് ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ അവന് ഭയങ്കര പുളിയായിരുന്നു. പിന്നെ അവൻ എടുത്ത് നോക്കിയിട്ട് ഭയങ്കര തണുപ്പാമ്മ അവനിട്ട് അവിടെ തന്നെ വെച്ചു കേട്ടോ. അപ്പോൾ അവൻ ഇഷ്ടപ്പെട്ട ഏറ്റവും അടിപൊളിയായിട്ട് കഴിച്ചത് ഈ ഒരു കേക്ക് തന്നെ ആയിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ നല്ലോണം ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കും കുട്ടീസിനും ഇതുപോലെ കുഞ്ഞു സർപ്രൈസൊക്കെ കൊടുക്കാൻ പറ്റുന്നെങ്കിൽ കൊടുക്കണം കേട്ടോ. അത് അടിപൊളിയാണ്.